ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1640. ഇന്ന് ജൂൺ മാസം 27-ാം തീയതി 179-ാമത്തെ ദിവസത്തിലെത്തി. പത്രോസ് അപ്പോസ്തോലൻ അപ്പോസ്തോല സമൂഹത്തിന്റെ നേതാവായി തീർന്നുവെങ്കിലും അക്കാലത്ത് അദ്ദേഹം മണൽ പോലെ ഇളകുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. ഒരുപാട് ഉദാഹരണങ്ങൾ സുവിശേഷത്തിലുണ്ട്. രാത്രിയില് കടലില് കാറ്റിനെതിരെ പടപൊരുതുമ്പോൾ യേശു കടന്നു വരുന്നു. വെള്ളത്തിന് മീതെ നടക്കുന്ന യേശുവിനെ കണ്ട് വല്ലാതെ പ്രചോദിതനായ പത്രോസ് ശാഠ്യം പിടിക്കുന്നില്ലേ നടക്കാനൊക്കെ ആയിട്ട്. അവസാനം നടപ്പ് വലിയൊരു ആപത്തിൽ അവസാനിക്കുമ്പോൾ അല്പവിശ്വാസിയെ നീ എന്തിനാണ് സംശയിച്ചത് എന്ന് എല്ലാവരുടെയും കേൾക്ക് യേശു ശാസിക്കുന്നില്ലേ. മറുരൂപമലയുടെ ശ്രേഷ്ഠമായ ആത്മീയ അന്തരീക്ഷത്തില് പത്രോസാണ് പറയുന്നത് 3 കുടിലുകളൊക്കെ ഉണ്ടാക്കാമെന്ന്. എന്താണ് അയാൾ പറയുന്നതെന്ന് അയാൾക്ക് പോലും പിടുത്തം കിട്ടിയില്ല എന്ന് സുവിശേഷകര് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. തനിക്ക് സംഭവിക്കാനിരിക്കുന്ന കഷ്ടതകളെക്കുറിച്ചും പീഡനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഒക്കെ യേശു മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ വഴിയിൽ മുമ്പിൽ കടന്നു കയറി നിന്ന് തടയുന്നുണ്ട്, ശാസിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും നിനക്ക് വരാനായിട്ട് അനുവദിക്കത്തില്ല. സാത്താൻ എന്നൊക്കെയുള്ള വിളി കേൾക്കേണ്ടി വരുന്നുണ്ട്. പാവം പത്രോസ് പിന്നീട് എങ്ങനെയാണ് ഇങ്ങനെ പാറ പോലെ ഉറപ്പുള്ള ഒരാളായി മാറിയത്? പത്രോസ് ഒരു സാധ്യതയാണ് എനിക്കും നിങ്ങൾക്കുമൊക്കെ. ഇങ്ങനെ ദുർബലമായ ബലഹീനമായ അവസ്ഥയിൽ നിന്ന് ബലമുള്ള പാറ പോലെ ഉറപ്പുള്ള യേശു കേന്ദ്രീകൃതമായ ജീവിതത്തിലെത്താനായിട്ട് പത്രോസ് ഒന്നും മറച്ചു വെച്ചില്ല. സ്വന്തം ബലഹീനതകളും കുറവുകളും വീഴ്ചകളും അതിന് കർത്താവിൽ നിന്ന് കിട്ടിയ ശകാരങ്ങളും ശാസനകളും എല്ലാം തുറന്നു പറയുകയാണ്. പത്രോസിനോടുള്ള ക്രിസ്തുവിനെ ക്ഷമിക്കുന്ന സ്നേഹവും അവനെ നവീകരിക്കുന്ന ദൈവകൃപയും എത്ര അനന്തമാണെന്ന് കാണിക്കുവാൻ പത്രോസ് സകലതും തുറന്നു കാണിക്കുകയാണ്. അപകടമൊന്നുമില്ലാത്ത അവസരങ്ങളില് ചിലപ്പോൾ അതിധൈര്യം കാട്ടും. പരിശോധനയുടെ അവസരം വരുമ്പോൾ വല്ലാതെ ഭീരുവായി മാറും. ഞാൻ എന്റെ ജീവനെ നിനക്ക് വേണ്ടി തന്നുകളയുമെന്നൊക്കെ പറയുന്ന പത്രോസ് ശത്രുക്കൾ പിടിച്ചപ്പോൾ തള്ളിപ്പറഞ്ഞു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പാറ പോലെ ഉറച്ച മനുഷ്യനായി തീരുന്നതിനുള്ള എന്തൊക്കെയോ അടിസ്ഥാന സ്വഭാവ വിശേഷങ്ങൾ അയാളിൽ ഉണ്ടായിരുന്നുവെന്ന് യേശു കണ്ടെത്തുന്നുണ്ട്. യേശുവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിൽ ശീമോൻ മുമ്പനായിരുന്നു. യേശുവിന്റെ നേതൃത്വത്തിലും കഴിവിലും അവനുണ്ടായിരുന്നതുപോലെ ഉറച്ച വിശ്വാസം ആ ശിഷ്യസംഘത്തിൽ മറ്റാർക്കും ഉണ്ടായിരുന്നില്ല. യേശുവിനെയും യേശുവിന്റെ ദൗത്യത്തെ മനസ്സിലാക്കാനുള്ള കഴിവും ഉൾക്കാഴ്ചയും ഉണ്ടായിരുന്നു. സ്വന്തം കുറവുകളെ കാണുന്നതിനും തിരുത്തുന്നതിനുമുള്ള താഴ്മയും ധാർമ്മിക ധൈര്യവും പത്രോസിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ശിമയോൻ പാറയാറ്റിയിരുന്നതിനുള്ള പാതയിൽ പുരോഗമിക്കുവാനായിട്ട് സ്വയം സഹായിച്ചുകൊണ്ടേയിരുന്നത്. ഒരു വലിയ മാതൃകയാണ്, ഒരു ക്ഷണമാണ് നമുക്ക് ഓരോരുത്തർക്കും. പ്രാർത്ഥനയോടുകൂടി ആമേൻ.